ഹേ സിൻഫേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ചാനലിൽ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അനോമി എന്ന ചിത്രത്തിന്റെ റിവ്യൂ ആണ്. അപ്പോൾ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. കാണാൻ താല്പര്യമുള്ള എന്തായാലും പോയി കാണാം. അപ്പോൾ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഭാവന, റഹ്മാൻ, പിന്നെ ഷിബിൻ എന്നിവരൊക്കെയാണ് മെയിൻ ലീഡായിട്ടെത്തുന്നത്. പിന്നെ ബിനു പപ്പു പോലെ കുറേ ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരുടെ പേര് ഞാൻ പറയുന്നില്ല. പിന്നെ ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ റിയാസ് ആണ്. സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹരിവർദ്ധനാണ്, അതായത് ഹരീഷ് വർദ്ധൻ ആണ്. അപ്പോൾ അതായത് നമ്മുടെ അർജുൻ റെഡ്ഡി, ആനിമൽ എന്ന ചിത്രങ്ങളിലൊക്കെ മ്യൂസിക് കമ്പോസറാണ്, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ഈ ചിത്രം പറയുകയാണെങ്കിൽ 2 മണിക്കൂർ 17 മിനിറ്റ് ആണ്. എനിക്ക് ചിത്രം ബിലോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ കുറച്ച് പ്രതീക്ഷകളാണ് കണ്ടത്. കാരണം ചിത്രത്തിൻ്റെ പോസ്റ്റർ ആയപ്പോലും ട്രെയിലർ ആയപ്പോലും അത്യാവശ്യം ഒരു നല്ല രസമായിട്ട് തോന്നി. തിയേറ്റർ പ്രതികരണം, അതായത് OTT-യിലാണ് കണ്ടത്. തിയേറ്റർ പ്രതികരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് ഞാൻ ചിത്രം കാണാൻ തീരുമാനിച്ചു. എനിക്ക് അവിടെ ഇവിടെയൊക്കെ നല്ല ലാഗ് അടിച്ചു. പിന്നെ വെറുതെ വലിച്ചു നീട്ടി പോണ പോലെ തോന്നി. വലിച്ചു നീട്ടി പോണ പോലെ കുറച്ച്, അതായത് ലാഗ്, അതായത് കാര്യങ്ങളിലേക്ക് ഇങ്ങനെ നീക്ക് പോക്കലൊക്കെ, അതായത് ഒരു കാര്യത്തിൽ നിന്ന് മറ്റു കാര്യത്തിലേക്ക് കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നത് പോലെ തോന്നി. ഭാവന, റഹ്മാൻ എന്നിവരുടെ ക്യാരക്ടറൊക്കെ അത്യാവശ്യം നൈസ് തന്നെ ആയിരുന്നു. പിന്നെ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലുള്ള ഒരു പടമാണ്, പക്ഷെ അതൊന്നും തോന്നിക്കുന്നില്ല. ചുമ്മാ വെറുതെ ഇങ്ങനെ ലേസി ആയിട്ട് ഓസ്ലറിൽ നമ്മുടെ ജയറാം ചെയ്യണ പോലെയില്ല, ഇങ്ങനെ ചുമ്മാ തൂങ്ങി പിടിച്ച് വെറുതെ ഇങ്ങനെ ഓരോരോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോയി അങ്ങനെയൊക്കെ പോണ ഒരു കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ചിത്രങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്കും ചുമ്മാ നമ്മളും ലേസി ആയി പോവാണ് ചിത്രത്തിൻ്റെ ഒപ്പം. ഭാവനയുടെ സീൻസും സംഭവങ്ങളൊക്കെ കൊള്ളാം. ഭാവന ഇതിലൊരു നമ്മുടെ ഫോറൻസിക് ഓഫീസറായിട്ടാണ് വരുന്നത്. റഹ്മാൻ പോലീസ് ഓഫീസറായിട്ട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം കൂടുതൽ കഥയൊന്നും പറയുന്നില്ല, കുറച്ച് ഇങ്ങനെ ഒരു കേസിലെ ട്രോമയും അങ്ങനെയൊക്കെ ഉള്ള ഒരാളൊക്കെ തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ഇന്നാവുമ്പോൾ ഇത്തിരി കൂടെ ശക്തനായിട്ട് വരുന്ന ഒരാളും. പിന്നെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു ഹോളിവുഡ് ടച്ച് സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടൊന്നല്ല, കുറച്ച് സയൻസ് ഒക്കെ കയറി വരുന്നുണ്ട്. നിങ്ങൾ പോസ്റ്ററിലൊക്കെ ശ്രദ്ധിച്ച് കാണും. ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇവർ പ്രൊമോട്ട് ചെയ്തത്. ആ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാം. അതാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള. അല്ലെങ്കിൽ ഇതൊരു സൈക്കോപാത്ത് മൂവി തന്നെയാണ്. ഏതാണ്ടൊക്കെ നമ്മുടെ അഞ്ചാം പാതിര, നമ്മുടെ രാക്ഷസൻ എന്നിവയൊക്കെ പോലെ കുറച്ച് സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പം ഒരു ഹോളിവുഡ് ടച്ചിലേക്കാണ് ക്ലൈമാക്സ് ഏതാണ്ടൊക്കെ പോണത്. ആ ഭാഗങ്ങളൊക്കെ കൊള്ളാം. പിന്നെ ഈ ഫസ്റ്റിലൊക്കെ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ചുമ്മാ വെറുതെ, അതായത് അത്രയും നീട്ടിക്കൊണ്ടുപോയിട്ടൊക്കെ ചുമ്മാ ഒരു മിനിറ്റ് പറയാനുള്ള സംഭവങ്ങളൊക്കെ, അതായത് ക്ലൈമാക്സിൽ ഇങ്ങനെ പറയുമല്ലോ 1 മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെയൊക്കെ നടന്നേത്, അതുപോലെ പറയാൻ പറ്റുന്ന സാധനം ചുമ്മാ ഒരു ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ സംതിങ് ഒന്നും ഉണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞു വെച്ചു. അതെനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നി. അതായത് ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു കാര്യമില്ല എന്നൊരു രീതിയിൽ ആയിപ്പോയി സെക്കൻഡ് ഹാഫിൽ വന്ന് പറഞ്ഞ രീതി. അപ്പം മൊത്തത്തിൽ എനിക്കൊരു ബിലോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അഭിനയമൊക്കെ എല്ലാവരും പൊളി തന്നെയായിരുന്നു. കുറച്ച് പുതുമയുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, പുതിയൊരു കെമിക്കൽ പരിപാടി. പിന്നെ ഞാൻ നേരത്തെ എൻ്റെ റിവ്യൂസിലൊക്കെ പറയണ പോലെ ഇപ്പം ഇങ്ങനത്തെ സിനിമകളൊക്കെ വരുമ്പോൾ നമുക്കൊന്നും ഫീൽ ആവുന്നില്ല. അതൊരു മെയിൻ പ്രശ്നമാണ്. അതായത് നമ്മളിങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ സിനിമ കണ്ട് തന്നെ നമുക്കും ഏതാണ്ടൊക്കെ പിടികിട്ടും ചില സാധനങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അവർ കണ്ടെത്തുന്നതിനേക്കാളും മുന്നേ ചിലപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കും. അങ്ങനെയൊക്കെ ഇത്തരം ചിത്രങ്ങളിലൊക്കെ ബോറായി തുടങ്ങി. ഇനിയിപ്പോൾ വരാൻ പോണ ഉയർ എന്ന ചിത്രവും എങ്ങനെ ഉണ്ടാകുന്ന നമുക്ക് അറിയില്ല. പിന്നെ ഡോസ് എന്ന ചിത്രങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്, ഏതാണ്ട് ഇതേ പാറ്റേൺ തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് ആ സിനിമകളിലൊക്കെ കാത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണ് എന്തായാലും പോയി കാണാം. അത്യാവശ്യം ഒരു വാച്ചബിൾ, ഒരു തവണ കാണാവുന്നതൊക്കെ പറ്റിയൊരു സിനിമ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. ക്ലൈമാക്സിലെ ആ ഒരു സയൻസ് സംഭവങ്ങളൊക്കെ നൈസ് തന്നെയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത്തിരി കൂടെ ഒക്കെ ഒന്ന് മികച്ചതാക്കായിരുന്നു. പിന്നെ മ്യൂസിക് നിങ്ങൾക്ക് അറിയാലോ, അർജുൻ റെഡ്ഡി ആനിമൽ സിനിമകളിലൊക്കെ മ്യൂസിക് കമ്പോസർ തന്നെയാണ്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ചില സമയത്തുള്ള ഭയങ്കര കത്തിക്കൽ തന്നെയാണ്. ആ സംഭവങ്ങളൊക്കെ നൈസ് തന്നെയായിരുന്നു. പിന്നെ മൊത്തത്തിൽ ആ ഒരു മ്യൂസിക് സിനിമകളെ ചെറുതായിട്ടൊക്കെ എലവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേക്കിംഗ് അത്യാവശ്യം നല്ല നൈസ് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും അവസാനം ക്ലൈമാക്സ് സിനിമ ഒരു ഹോളിവുഡ് ടച്ച് തോന്നുന്നുണ്ട്. അതല്ലാണ്ട് വേറെ സിനിമയിലും ഒന്നുമില്ല. അപ്പോൾ എന്തായാലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം. അപ്പോൾ ഒരു അടുത്ത റിവ്യൂ ആയിട്ട് കാണാം.